അന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ വള ഊരി നൽകി. ഇന്ന് ആംബുലൻസിന്റെ മുന്നിലോടി മനുഷ്യത്വത്തിന്റെ പ്രതീകമായി. വീണ്ടും നന്മ മരമായി അപർണ. മൃതദേഹം വിട്ടുകിട്ടാൻ മറ്റൊന്നും ആലോചിക്കാതെ വള ഊരി നൽകി. കഴിഞ്ഞ ദിവസം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിന്റെ മുന്നിലോടി വഴിതെളിച്ച വീണ്ടും മനുഷ്യത്വത്തിന്റെ പ്രതീകമായി. മനുഷ്യ സ്നേഹത്തിന്റെ ഇടമുറിയാത്ത ഓട്ടം വർഷങ്ങളായി തുടരുന്ന വനിതാ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് നാട്. കഴിഞ്ഞ ദിവസം അശ്വനി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിന്റെ മുന്നിലോടി വഴി തെളിച്ചാണ് അപർണ ലവകുമാർ വീണ്ടും ശ്രദ്ധ നേടിയത്. നിലവിൽ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിൽ ASI ആണ്. അപർണ ആംബുലൻസിന്റെ മുന്നേ ഓടി വഴിയൊരുക്കുന്ന ദൃശ്യങ്ങൾ വൈറലാണ്. അത്യാസന്ന നിലയിലായ രോഗിയുമായി തൃശൂർ ദിശയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. ഗതാഗതക്കുരുക്ക് പതിവായ അശ്വനി ജംഗ്ഷനിൽ എത്തിയതും വാഹനങ്ങൾക്കിടയിൽപ്പെട്ട ആംബുലൻസിന് അനങ്ങാൻ കഴിയാതെയായി. പിന്നിലൂടെ ഓടിയെത്തിയ അപർണ ഏറെ പണിപ്പെട്ട മുന്നിലോടിയാണ് വാഹനങ്ങൾ നീക്കിയത്. കോലൂർക്കുംപാടത്തുനിന്ന് അശ്വിനിക്ക് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിങ്കിന്റെ വണ്ടിയിലായിരുന്നു. അപ്പോ ഒരു ആംബുലൻസിന്റെ സായപ്പം കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ ബാക്കിലായിട്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്കാ. നമുക്ക് യൂണിഫോം ഇട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഇരിപ്പുറക്കില്ല ഒരു പോലീസുകാരനോ പോലീസായിരിക്കും. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. നല്ല സഹകരണമായിരുന്നു. പിന്നെ യാത്രക്കാരൊക്കെ പെട്ടെന്ന് നമ്മൾ പറയുമ്പോ തന്നെ അവര് ഒതുക്കാൻ സ്ഥലം വേണ്ടേ, അതനുസരിച്ച് ഉള്ള പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവര് വണ്ടി ഒതുക്കി ആംബുലൻസ് കടത്തിവിടാനായിട്ട് പറ്റി. അതില് ആംബുലൻസിലെ ആളുകൾ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അത് മെഡി ഹബ് വേറെ ഒരു ആംബുലൻസിന്റെ സർവീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരാണ് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവരാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുന്നത്. ആംബുലൻസ് ഡ്രൈവർ ഫൈസലിനൊപ്പം ഉണ്ടായിരുന്ന ഇർഫാൻ പകർത്തിയ ദൃശ്യം പോലീസിന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ പേജുകളിലടക്കം തരംഗമായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ തൃശ്ശൂര് ACP സലീർ സാറാണ്. സലീർ സാർ വിളിച്ചിട്ട് വളരെ നന്നായി എന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ കമ്മീഷണർ ഇളങ്കോ IT സാറുകളാണ്. അദ്ദേഹം അതേ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. എന്റെ കൊളീഗ്സ്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും എന്റെ റിലേറ്റീവ്സ് നാനാഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ച് മെസ്സേജ് ആയിട്ടും വളരെ നന്നായെന്ന് പറഞ്ഞു. ഇതിനു മുൻപ് 2008 ബന്ധുവിന്റെ അടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ ഒരു സ്ത്രീ മരിച്ചു. അവരുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ എത്തിയപ്പോഴാണ് അപർണ ആ നിർധന കുടുംബത്തെ പരിചയപ്പെട്ടത്. മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുകയായിരുന്നു കുടുംബം. മറ്റൊന്നും ആലോചിക്കാതെ അപർണ വള ഊരി നൽകി. നമുക്ക് ഒരുപാട് തിരക്കുണ്ടാവും. മനുഷ്യൻ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയല്ലേ. പക്ഷെ അതിലും വിലപ്പെട്ടതാണ് അതിനുള്ളിൽ എടുക്കുന്ന ജീവൻ. അത് ആരാന്ന് എനിക്കറിയില്ല, ആരാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ആ ജീവന് വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആയിരിക്കണം അതിന്റെ ഉള്ളിൽ ചിന്ത. അത് പോലീസ് തന്നെയല്ല, പോലീസ് ആണെങ്കിലും സിവിലിയൻ ആണെങ്കിലും ചെയ്യണം. അത് വഴി മാറി കൊടുക്കുക, വഴി മാറാനായിട്ട് പറ്റുക പറയാ. നമ്മളൊന്നും നോക്കില്ല. യൂണിഫോം ഇല്ലെങ്കിൽ പോലും മക്കളാണെങ്കിൽ പോലും നമ്മള് അത് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളുടെ തന്നെയല്ല, ഓരോ മനുഷ്യന്റെയും കടമയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളത്. സാധിച്ചതിൽ സന്തോഷം. വള പണയം വെച്ച പൈസ കൊണ്ടാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ആ കുടുംബത്തിന് നൽകാൻ പണം കയ്യിലില്ലായിരുന്നു. അവരെ സഹായിക്കൂ എന്ന് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് താൻ തന്നെ സഹായിക്കുന്നതല്ലേ. അന്ന് അപർണ പറഞ്ഞ വാക്കുകളാണിത്. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.